അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ അൻഷാദ്, മണ്ണാർക്കാട് തന്നെയാണ് വീട്. ചോദ്യം: ഇസ്തിആശ ശിർക്കാണെന്ന് നിങ്ങൾ വാദിച്ചു, എന്നാൽ ആ വാദം തെറ്റാണ്. വിശുദ്ധ ഖുർആനിൽ ഇസ്തിആസക്ക് തെളിവുണ്ട്. സൂറത്തുൻ നംലിലെ അള്ളാഹു പറയുന്നുണ്ട് സുലൈമാൻ നബിയുടെയും ഇഫ്രീത്ത് ജിന്നിനെയും ചരിത്രം. അത് ഇല്ല എന്ന് എതിർക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുമോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, സഹോദരന്മാരെ, സഹോദരികളെ, വിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ മുജാഹിദ് പ്രസ്ഥാനം ഈ സമൂഹത്തിന് മുന്നിൽ ഉയർത്തിപ്പിടിക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാ എന്ന മഹത്തായ ആദർശത്തെക്കുറിച്ച് ഇവിടെ നേരത്തെ നടന്ന സംസാരങ്ങളിൽ നിന്ന് നാം മനസ്സിലാക്കുകയുണ്ടായി. എൻ്റെ സഹോദരൻ വിശുദ്ധ ഖുർആനിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്തിഗാസകൾ തെളിയിക്കാൻ കഴിയും എന്ന് വിശ്വസിക്കുകയും അതിന് സുലൈമാൻ നബിയുടെയും ഇഫ്രീത്തിൻ്റെയും സംഭവം തെളിവാണ് എന്ന് വിശദീകരിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അള്ളാഹുവിൻ്റെ വചനം നമ്മൾ ആരെങ്കിലും നമുക്ക് തോന്നിയതുപോലെയല്ല മനസ്സിലാക്കേണ്ടത്. കേരളത്തിൽ ജീവിച്ചിരിക്കുന്നവരോ ഇനി അതല്ലെങ്കിൽ മരിച്ചുപോയവരോ ആയ ഏതെങ്കിലും പണ്ഡിതന്മാർ അവരുടെ പ്രസംഗങ്ങളിലോ ലേഖനങ്ങളിലോ തെളിവായി ഉദ്ധരിച്ചു എന്നതുകൊണ്ട് വിശുദ്ധ ഖുർആനിലെ വചനം ഒരിക്കലും അത്തരം കാര്യങ്ങൾക്ക് തെളിവാവുകയില്ല. മറിച്ച് ഈ വചനം നമുക്ക് പഠിപ്പിക്കുകയും വിശദീകരിക്കുകയും ചെയ്തത് ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ ഇത് മരിച്ചുപോയവരോടുള്ള ഇസ്തിഗാസക്ക് തെളിവായി ഉദ്ധരിച്ചിരുന്നു. അതേപോലെ തന്നെ സ്വഹാബത്ത് ഇത് അത്തരം ഇസ്തിഗാസക്കുള്ള തെളിവായി മനസ്സിലാക്കിയിരുന്നോ? ഇല്ല എന്നാണ് നമുക്ക് കാണാൻ കഴിയുക. ഇവിടെ ചോദ്യകർത്താവ് ഉന്നയിച്ച സംഭവം സുലൈമാൻ നബി അലൈഹിസ്സലാം തൻ്റെ സദസ്സിലുള്ളവരോട് ചോദിച്ച ചോദ്യമാണ്. ഖാല യാ അയ്യുഹൽ മലഉ അയ്യുക്കും യഅ്തീനി ബിഅർശിഹാ. ആരാണ് സബയിലെ രാജ്ഞിയുടെ സിംഹാസനം എനിക്ക് കൊണ്ടുവന്ന് തരിക എന്നാണ് സുലൈമാൻ നബി അലൈഹിസ്സലാം ചോദിക്കുന്നത്. ഈ ചോദ്യമാണ് മരിച്ചുപോയവരോടുള്ള ഇസ്തിഗാസക്ക് തെളിവാണ് എന്ന നിലയിൽ സഹോദരൻ തെറ്റിദ്ധരിച്ചത്. അദ്ദേഹത്തെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത് ഇസ്തിഗാസയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണോ? തീർച്ചയായും അല്ല. കാരണം സുലൈമാൻ നബി ചോദിക്കുന്നത് തൻ്റെ മുമ്പിലുള്ള ആളുകളോടാണ്. ദൂരെയുള്ള ഏതെങ്കിലും ഒരു നബിയെ, ഏതെങ്കിലും ഒരു വലിയനെ, ഏതെങ്കിലും ഒരു തങ്ങളെ വിളിച്ചുകൊണ്ടല്ല, മറിച്ച് തൻ്റെ മുമ്പിലുള്ള ആളുകളോടാണ് സുലൈമാൻ നബി അലൈഹിസ്സലാം ഈ കാര്യം ചോദിക്കുന്നത്. ഇനി ഈ കാര്യം ചോദിക്കുന്നതിനെപ്പറ്റി ദീർഘമായി ഞാൻ വിശദീകരിക്കുന്നില്ല. ഇത് ഇസ്തിഗാസയല്ല എന്ന് ബോധ്യപ്പെടാൻ വേണ്ടി ഒരു വചനം മാത്രം ഞാൻ ഉദ്ധരിക്കുകയാണ്. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇമാം റാസി തൻ്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നത് കാണാൻ കഴിയും. എന്താണ് ഇത്, ആരാണ് കൊണ്ടുവന്നത് എന്ന് ചർച്ച ചെയ്യുന്നതിനിടയിൽ അദ്ദേഹം വിശദീകരിക്കുകയാണ്. എന്താണ് ഈ പറയുന്നത്? വഖാമിസുഹ ബൽ ഹുവ സുലൈമാനു നഫ്സുഹു. ആരാണിത് കൊണ്ടുവന്നത് എന്ന ചർച്ചയാണ് അദ്ദേഹം നടത്തുന്നത്. ആ ചർച്ചയിൽ അദ്ദേഹം പറയുന്നു, ഇത് സുലൈമാൻ നബി അലൈഹിസ്സലാം തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. വൽ മുഖാതബു ഹുവൽ ഇഫ്രീത്തു അല്ലദീ കല്ലമഹു. ആരോടാണിത് പറയുന്നത്? തന്നോട് സംസാരിച്ച ഇഫ്രീത്തിനോടാണ് സുലൈമാൻ നബി അലൈഹിസ്സലാം ഇത് പറയുന്നത്. വ അറാദ സുലൈമാനു അലൈഹിസ്സലാം ഇൽഹാറ മുഅ്ജിസത്തിൻ. സുലൈമാൻ നബി അലൈഹിസ്സലാം അവരുടെ മുമ്പിൽ ഈ മുഅ്ജിസത്ത് പ്രകടിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സുലൈമാൻ നബി അലൈഹിസ്സലാം ഇത് ചോദിക്കുന്നത്. ഫതഹദ്ദാഹും അവ്വല.
തഹദ്ദ എന്ന് പറഞ്ഞാൽ വെല്ലുവിളിച്ചു എന്നാണ് അർത്ഥം. അപ്പൊ അയ്യുക്കും യഅ്തീനി ബി അർശിഹ എന്ന ഇഫ്രീത്തിനോടുള്ള ആ സദസ്സിനോടുള്ള സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ചോദ്യം ഇസ്തിഗാസയാണ് എന്നല്ല, വെല്ലുവിളിയാണ് എന്നാണ് റാസി തന്റെ തഫ്സീറിൽ വിശദീകരിക്കുന്നത്. നമ്മൾ ആരും അജ്മീർ ശൈഖിനെ ഞാൻ വെല്ലുവിളിച്ചു, മമ്പറം തങ്ങളെ വെല്ലുവിളിച്ചു, മൊഹീദ്ദീൻ ശൈഖിനെ വെല്ലുവിളിച്ചു എന്ന് പറയാറില്ലല്ലോ. ഇതൊരു വെല്ലുവിളിയാണ്. കാരണം ഇവിടെ എന്തായാലും ശരി, ആരാണ് ഇവിടെ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത്? സുലൈമാൻ നബിയാണോ ഇഫ്രീത്താണോ? സാധാരണയായി ഒരു മനുഷ്യൻ ഇസ്തിഗാസ നടത്തുന്നത് എപ്പോൾ? അയാൾ ദുർബലനാവുകയും തന്നെക്കാൾ കഴിവുള്ള തന്നെക്കാൾ ശക്തിയുള്ള ആൾ വേറെ ഉണ്ടാവുകയും ചെയ്യുമ്പോഴാണ് അയാൾ ഇസ്തിഗാസ നടത്തുന്നത്. ഒരിക്കലും ഇവിടെ ചോദിച്ച എൻ്റെ സുഹൃത്തിനോട് മൊഹീദ്ദീൻ ശൈഖ് ഇസ്തിഗാസ നടത്തും എന്ന് അയാൾ പറയില്ല. കാരണം അയാൾ വിശ്വസിക്കുന്നത് അയാളെക്കാൾ മേലെയാണ് മൊഹീദ്ദീൻ ശൈഖ് എന്നാണ്. അതേപോലെ തന്നെ മമ്പറത്തെ തങ്ങള് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു മുസ്ലിയാരോട് ഇസ്തിഗാസ നടത്തി എന്ന് പറയില്ല. കാരണം എന്താണ്? അവരാണ് മേലെ എന്നാണ് വിശ്വാസം. സാധാരണയായി ഇസ്തിഗാസ നടത്തുക എന്ന് പറയുന്നത് കഴിവ് കുറഞ്ഞയാൾ കഴിവ് കൂടുതലുള്ളയാളോട് നടത്തുന്നതിനാണല്ലോ ഇസ്തിഗാസ എന്ന് പറയുന്നത്. ഇവിടെ സുലൈമാൻ നബി ഇസ്തിഗാസ നടത്തി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സുലൈമാൻ നബി അലൈഹിസ്സലാമിന് സാധിക്കാത്ത ഒരു കാര്യം, സുലൈമാൻ നബി അലൈഹിസ്സലാമിന് ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യം തന്റെ സദസ്സിലുള്ള ആളുകൾക്ക് ചെയ്യാൻ കഴിയുമായിരുന്നു. അതാണ് സുലൈമാൻ നബിയേക്കാൾ മെച്ചമുള്ളവരാണ് അവർ എന്ന് അത് ഇസ്തിഗാസയാണ് എന്ന് പറഞ്ഞാൽ അംഗീകരിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് റാസി വളരെ കൃത്യമായി തന്നെ പറഞ്ഞത് അത് വെല്ലുവിളിയാണ്. സുലൈമാൻ നബി അലൈഹിസ്സലാം വെല്ലുവിളിക്കുകയാണ് ചെയ്തത്. ആ വെല്ലുവിളി ഒരിക്കലും തന്നെ ഇസ്തിഗാസക്ക് തെളിവാവുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. വിശുദ്ധ ഖുർആനിൽ ഇസ്തിഗാസക്ക് തെളിവുണ്ട് എന്ന് സുഹൃത്ത് തെറ്റിദ്ധരിച്ചത് ശരിയല്ല. അത് ഇസ്തിഗാസയല്ല. നമ്മൾ നടത്തുന്ന ഇസ്തിഗാസയുമായി അതിന് ബന്ധമില്ല. ഇസ്തിഗാസ എന്ന് അതിന് പറയില്ല. മൂന്നാമത്തേത് അത് ഇസ്തിഗാസയല്ല, വെല്ലുവിളിയാണ് എന്ന് റാസി വിശദീകരിച്ചത് ഞാൻ ഇവിടെ വായിക്കുകയും ചെയ്തു. ചോദ്യകർത്താവിൻ്റെ ചോദ്യത്തിന് കൃത്യമായ മറുപടി ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞു. ഉപചോദ്യമുണ്ടെങ്കിൽ ചോദിക്കാം. ശരി, ഞാൻ ആ ആയത്തിനെ മാറ്റിവെച്ചു. വേറൊരു ആയത്ത് വിശുദ്ധ ഖുർആനിൽ ഞാൻ ഉദ്ധരിക്കുകയാണ്. ആ ഹദീസ് അള്ളാഹു പറയാണ്, നിങ്ങളെ സഹായിക്കാൻ കഴിയുന്നവർ എനിക്കും എൻ്റെ ഹബീബിനും അതുപോലെ തന്നെ നിസ്കാരവും നോമ്പും നിലനിർത്തിയ സത്യവിശ്വാസികൾക്കും നിങ്ങളെ സഹായിക്കാൻ കഴിയുമെന്ന് വിശുദ്ധ ഖുർആനിൽ മാഇദ സൂറത്തിൽ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതെന്താ? അത് ഇസ്തിഗാസക്ക് തെളിവല്ലേ? സത്യവിശ്വാസികൾക്ക് മനുഷ്യരെ സഹായിക്കാൻ കഴിയുമെങ്കിൽ അത് മരിച്ച ആളോടാണെന്നോ ജീവിച്ചിരിക്കുന്ന ആളോടാണെന്നോ അള്ളാഹു വിശദീകരിച്ചിട്ടില്ല. സത്യവിശ്വാസി എന്ന് മാത്രമേ ഉദ്ധരിച്ചുള്ളൂ. ഏതായാലും ഒന്നാമത്തെ ചോദ്യത്തിനുള്ള കൃത്യമായ വിശദീകരണം ഇവിടെ നൽകുകയും അത് ചോദ്യകർത്താവിൻ്റെ മനസ്സിലായി എന്ന് അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തതിൽ വളരെ സന്തോഷമുണ്ട്. ഇത്തരം സതുദ്ദേശത്തോടെയുള്ള ചോദ്യങ്ങളാണ് ഈ മുഖാമുഖത്തിൽ പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം അതിനോടനുബന്ധിച്ച് അദ്ദേഹം സൂറത്തുൽ മാഇദയിൽ അല്ലാഹു അല്ലാത്തവരോടുള്ള ഇസ്തിഗാസക്ക് തെളിവുണ്ട് എന്നതിനെ സംബന്ധിച്ചാണ് അദ്ദേഹം മറ്റൊരു സംശയം ഉന്നയിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് അതിനുള്ള മറുപടി പണ്ഡിതന്മാർ നൽകുന്നതാണ്. നാസർ സുലൈമി സൂചിപ്പിച്ചതുപോലെ ഒന്നാമത്തെ ചോദ്യം തെളിവാവുകയില്ല എന്ന് മനസ്സിലാക്കിയതിൻ്റെ പേരിലാണ് മാറ്റിവെച്ചതെങ്കിൽ തീർച്ചയായും ആ ഒരു സതുദ്ദേശം അള്ളാഹു സ്വീകരിക്കട്ടെ. അടുത്ത ആയത്തും ഇതേപോലെ തന്നെയാണ്. ഇന്നമാ വലിയുക്കുമുല്ലാഹു റസൂലുഹു വല്ലദീന ആമനുല്ലദീന യുഖീമൂന സ്സലാത്ത വയുത്തൂന സകാത്ത വഹും റാക്കിഊൻ എന്ന ആയത്താണ് ചോദ്യകർത്താവ് ഉദ്ദേശിച്ചിരിക്കുന്ന ആയത്ത്, അല്ലേ? ആ ആയത്താണ് ഇവിടെ ഇന്നമാ വലിയുക്കുമുല്ലാഹു റസൂലുഹു വല്ലദീന ആമനു. നിങ്ങളുടെ വലിയ അള്ളാഹുവാണ്, അള്ളാഹുവിൻ്റെ റസൂലാണ്, അതേപോലെ തന്നെ സത്യവിശ്വാസികളുമാണ്. അപ്പോൾ ഈ സത്യവിശ്വാസികളോട് നമുക്ക് വിളിച്ച് സഹായം തേടിക്കൂടെ എന്നാണ് ചോദ്യകർത്താവിൻ്റെ മനസ്സിലുണ്ടായ സംശയം. ചില പണ്ഡിതന്മാരൊക്കെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉണ്ടാക്കി വച്ചിരിക്കുന്ന സംശയം. ഇവിടെ നമ്മൾ ഒന്നാമതായി മനസ്സിലാക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ലോകത്ത് ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഏത് പണ്ഡിതനാണ് ഇത് മരിച്ചുപോയ മഹാന്മാരോട് ഇസ്തിഗാസ നടത്താനുള്ള തെളിവാണ് എന്ന് പറഞ്ഞത്?
ഏതെങ്കിലും പണ്ഡിതന്മാർ അങ്ങനെ വിശദീകരിച്ചിട്ടുണ്ടോ? ഒരാളും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്തിഗാസയ്ക്ക് തെളിവായി മരിച്ചുപോയ മഹാന്മാർ നമ്മളുടെ പ്രവർത്തനങ്ങൾ കാണും, അറിയും, അത് കേൾക്കും. നമ്മുടെ പ്രതിസന്ധികളിൽ നിന്ന്, നമ്മുടെ പ്രയാസങ്ങളിൽ നിന്ന്, ബുദ്ധിമുട്ടുകളിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ അവർക്ക് കഴിയും എന്ന വിശ്വാസത്തോടുകൂടി ഇങ്ങനെ നടത്തുന്ന ഈ ഇസ്തിഗാസ, അതിന് ഈ ആയത്ത് തെളിവാണ് എന്ന് ഒരാളും പറഞ്ഞിട്ടില്ല. പിന്നെ പറഞ്ഞത് എന്താണ് വിഷയം? ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇമാം റാസി തന്റെ തഫ്സീർ ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: വജ്ഹുൻ നൾമി അന്നഹു തആല ലമ്മാ നഹാ ഫിൽ ആയാത്തിൽ മുതഖദ്ദിമ അൻ മുവാലാത്തിൽ കുഫാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനു മുമ്പുള്ള ആയത്തിൽ സത്യനിഷേധികളെ വലിയകളാക്കുന്നതിനെ നിരോധിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനു മുമ്പുള്ള ആയത്തിൽ സത്യനിഷേധികളെ വലിയകളാക്കുന്നതിനെ വിരോധിക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്തു? അമറ ഫീ ഹാദിഹിൽ ആയത്തി ബിമുവാലാത്തി മൻ യജിബു മുവാലാത്തുഹു. അതിനുശേഷം ആരെയാണ് വലിയാക്കേണ്ടത് എന്നാണ് ഈ ആയത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നത് എന്നാണ്. ചോദ്യകർത്താവ് മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ നമ്മൾ പറയുക, ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആരോട് ഇസ്തിഗാസ നടത്തണം? അള്ളാഹിനോട് നടത്തണം, അള്ളാഹിന്റെ റസൂലിനോട് നടത്തണം, സത്യവിശ്വാസികളോട് നടത്തണം എന്ന് പഠിപ്പിക്കുകയാണ് എന്നാണല്ലോ ചോദ്യകർത്താവ് മനസ്സിലാക്കിയത്. അങ്ങനെയാണെങ്കിൽ ഇതിനു മുമ്പുള്ള ആയത്തിൽ വിലക്കിയത് എന്താവണം? ഈ ഇസ്തിഗാസയായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മാഇദയിലെ 55-ാമത്തെ ആയത്താണിത്. 51-ാമത്തെ ആയത്തിൽ പറയുന്നു: യാ അയ്യുഹല്ലദീന ആമനു ലാ തത്തഖിദുൽ യഹൂദ വന്നസാറ ഔലിയാ. സത്യവിശ്വാസികളെ, നിങ്ങൾ യഹൂദികളെയും നസാറാക്കളെയും ഔലിയാക്കളായി സ്വീകരിക്കാൻ പാടില്ല. ഇവിടെ ഔലിയ ആക്കുക എന്ന് പറഞ്ഞാൽ ഇസ്തിഗാസ നടത്താനുള്ള തെളിവാണെങ്കിൽ ഇവിടെ ഔലിയ ആക്കരുത് എന്ന് പറഞ്ഞത് എന്തായിരിക്കണം? ഇസ്തിഗാസ നടത്തരുത് എന്നായിരിക്കണം. കാരണം റാസി പറയുന്നു, ആദ്യത്തെ ആയത്തിൽ വിരോധിച്ചിരിക്കുന്നു, ഇവിടെ അള്ളാഹു ആരെ വലിയാക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ സത്യവിശ്വാസികളോട് നിങ്ങൾ യഹൂദികളെയും നസാറാക്കളെയും വലിയകളാക്കരുത് എന്ന് അള്ളാഹു പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ യഹൂദികളോട് നസാറാക്കളോടൊന്നും ഇസ്തിഗാസ നടത്തരുത്. സഹാബികൾ ഇങ്ങനെ യഹൂദികളെ വിളിച്ച്, മരിച്ചുപോയ നസാറാക്കളെ വിളിച്ച് ഇസ്തിഗാസ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് അല്ലാഹു പറയാൻ: യാ അയ്യുഹല്ലദീന ആമനു ലാ തത്തഖിദുൽ യഹൂദ വന്നസാറ ഔലിയാ. സത്യവിശ്വാസികളെ, നിങ്ങൾ അങ്ങനെ യഹൂദികളെയും നസാറാക്കളെയും ഒന്നും വിളിച്ച് ഇസ്തിഗാസ നടത്തരുത്. പിന്നെ ആരെയാണ് നടത്തേണ്ടത്? ഇന്നമാ വലിയുക്കുമുല്ലാഹു വ റസൂലുഹു. നിങ്ങൾ ഇസ്തിഗാസ നടത്തേണ്ടത് അള്ളാഹിനോടും റസൂലിനോടും സത്യവിശ്വാസികളോടുമാണ് എന്നാണോ? ഒരിക്കലും ആ ആയത്തിന് അങ്ങനെ അർത്ഥം പറയാൻ പറ്റില്ല. കാരണം അങ്ങനെ ഒരു സമ്പ്രദായം സ്വഹാബികളുടെ ഇടയിൽ ഉണ്ടായിരുന്നില്ല. യഹൂദികളെയും നസാറാക്കളെയും വിളിച്ച് ഇസ്തിഗാസ നടത്തുന്ന ഒരു സമ്പ്രദായം സ്വഹാബികളുടെ ഇടയിൽ ഉണ്ടായിരുന്നില്ല. പിന്നെ എന്താണ് ഈ ആയത്ത് ഇറങ്ങാനുള്ള കാരണം? എന്തായിരുന്നു ഈ വലിയാക്കൽ? വഫിൽ ആയത്തി മസായിൽ. ഈ വിഷയത്തിൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. റാസി പറയുന്നു, എന്താണ് ഈ പറയുന്നതിന്റെ അർത്ഥം? വദാലിക് ലിഅന്ന ഉബാദത ബിൻ സാമിത് ലമ്മാ തബറഅ മിനൽ യഹൂദി വഖാല അന ബരീഉൻ ഇലല്ലാഹി മിൻ ഹൽഫി ഖുറൈള വന്നളീർ വഅതവല്ലല്ലാഹ വറസൂലഹു നസലത് ഹാദിഹിൽ ആയ. ഉബാദത്ത് ബിൻ സാബിത്ത് മുസ്ലിമാവുകയും ഇനി തന്റെ ഗോത്രങ്ങളുമായി തനിക്ക് ബന്ധമില്ല, ആ ഗോത്രങ്ങൾ എനിക്ക് ബന്ധമില്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തപ്പോഴാണ് ഈ ആയത്തിറങ്ങിയത്. യഹൂദികളും നസാറാക്കളുമായി ഇനി ഒരു ആത്മബന്ധം നിങ്ങൾ സ്ഥാപിക്കരുത്, അവരെ നിങ്ങൾ രക്ഷാധികാരികളായി സ്വീകരിക്കരുത്, മറിച്ച് നിങ്ങളുടെ വലിയ അള്ളാഹുവാണ്, റസൂലാണ്, സത്യവിശ്വാസികളാണ് എന്ന് ഈ ആയത്തിറങ്ങിയതപ്പോഴാണ്. അല്ലാതെ അതുവരെ യഹൂദികളെ വിളിച്ച് ഇസ്തിഗാസ നടത്തി, നസറാക്കളെ വിളിച്ച് ഇസ്തിഗാസ നടത്തി ജീവിച്ച സമൂഹത്തോട് ഇനി അത് നടത്തരുത് എന്നല്ല. വീണ്ടും പറയുന്നു, വറുവിയായിലൻ അന്ന അബ്ദുല്ലാഹി ഇബ്നു സല്ലാം ഖാല യാ റസൂലല്ലാഹ് ഇന്ന ഖൗമനാ ഖദ് ഹജറൂന വഅഖസമു അല്ലാ യുജാലിസുന വലാ നസ്തതിഉ മുജാലസത അസ്ഹാബിക ലിബുദിൽ മനാസിൽ. അബ്ദുല്ലാഹി ഇബ്നു സലാം മുസ്ലിമായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങൾ മുസ്ലിങ്ങളായല്ലോ, ഇതാ ഞങ്ങളുടെ ഗോത്രങ്ങൾ ഞങ്ങളെ ഒഴിവാക്കുകയാണ്, അവർ ഞങ്ങളോട് മിണ്ടുന്നില്ല,
അവർ ഞങ്ങളോടൊപ്പം ഇരിക്കുന്നില്ല, അവർ ഞങ്ങളോട് ഞങ്ങളുമായി സഹകരണത്തിൽ ഏർപ്പെടുന്നില്ല എന്ന് അബ്ദുല്ലാഹിബ്നു സലാം റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പരാതി പറഞ്ഞപ്പോഴാണ് ഈ ആയത്ത് ഇറങ്ങിയത്. ലാ തത്തഖിദുൽ യഹൂദ വന്നസാറ ഔലിയാ. അതെ, ഇതുവരെ നിങ്ങൾ തമ്മിലുണ്ടായിരുന്ന ബന്ധം, നിങ്ങൾ ഒരേ വിശ്വാസികൾ, ഒരേ ആദർശത്തിൽപ്പെട്ട ആളുകൾ, ഒരേ വിശ്വാസവും ആദർശവും സ്വീകരിച്ചവർ, അങ്ങനെ നിങ്ങൾ തമ്മിലുണ്ടായിരുന്ന ബന്ധമുണ്ടല്ലോ, ആ ബന്ധം ഇനി വേണ്ട. അവരെ നിങ്ങൾ അത്തരമൊരു ബന്ധം അവരുമായി വിലായത്ത് പാടില്ല. മറിച്ച് നിങ്ങളുടെ വലിയ അള്ളാഹുവാണ്, അള്ളാഹുവിന്റെ റസൂലാണ്, അതേപോലെ തന്നെ സത്യവിശ്വാസികളുമാണ് എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. എന്ന് മാത്രമല്ല, ഈ ആയത്ത് ഷിയാക്കൾ തെളിവായി ഉദ്ധരിച്ചു. അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഇമാമാണ് എന്ന് പറയാൻ വേണ്ടി. അങ്ങനെ അവർ തെളിവ് ധരിച്ചപ്പോ അതിനെ കൃത്യമായി ഞാൻ ഈ പറഞ്ഞ രൂപത്തിൽ റാസി ഖണ്ഡിക്കുകയാണ്. റാസി ചോദിക്കുന്നത്, ഇവർ യഹൂദികളെ നസാറാക്കളെ ഇമാമുകളായി സ്വീകരിക്കുന്ന രീതി സ്വഹാബികൾക്കുണ്ടായിരുന്നു. കാരണം അതാണ് അള്ളാഹ് വിലക്കിയത് ആദ്യം, എന്നിട്ടാണ് ഇത് പറഞ്ഞത്. അവരെ ഇമാമാക്കുന്ന ഒരു രീതി ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ ഇത് ഇമാമാക്കാനുള്ള തെളിവാണ് എന്ന് പറയാൻ പറ്റില്ല എന്നാണ് റാസി തന്റെ തഫ്സീറിൽ വിശദീകരിക്കുന്നത്. ഇതേപോലെ തന്നെയാണ് ഇമാം ഇബ്നു കസീറിനെ പോലെയുള്ള പണ്ഡിതന്മാർ ഈ ആയത്ത് വിശദീകരിച്ചത്. ഒന്നാമത്തേത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് പഠിപ്പിച്ചു. ഈ ആയത്ത് ഇറങ്ങുന്നത് വരെ ബദരീങ്ങളെ വിളിക്കാതിരുന്ന, ഉഹദ് യുദ്ധത്തിൽ രക്തസാക്ഷികളായവരെ വിളിക്കാതിരുന്ന, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും മരിച്ചുപോയ സ്വഹാബികളെ രക്തസാക്ഷികളെ വിളിക്കാതിരുന്ന ഒരു സമൂഹം ഈ ആയത്ത് വന്നു കിട്ടിയപ്പോ ഞങ്ങൾക്ക് ബദരീങ്ങളെ വിളിക്കാനുള്ള തെളിവാണിത്, ഉഹദ് യുദ്ധത്തിൽ രക്തസാക്ഷികളായവരെ വിളിക്കാനുള്ള തെളിവാണിത്, വഫാത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിക്കാനുള്ള തെളിവാണിത് എന്ന് ഒരിക്കലും സ്വഹാബത്ത് മനസ്സിലാക്കിയില്ല. അതല്ലെങ്കിൽ പൂർവികരായ അമ്പിയാക്കളെ വിളിച്ച് പ്രയാസങ്ങളുടെ, പ്രതിസന്ധികളുടെ, ദുഃഖങ്ങളുടെ, ദുരിതങ്ങളുടെ, ദുരന്തങ്ങളുടെ സന്ദർഭങ്ങളിൽ വിളിച്ചു തേടാനുള്ള തെളിവാണ് ഈ ആയത്ത് എന്ന് സ്വഹാബത്ത് മനസ്സിലാക്കിയില്ല. അതുകൊണ്ട് തന്നെ ആ തരത്തിൽ പണ്ഡിതന്മാരാരും അത് വിശദീകരിച്ചില്ല. ഇത് ചില ആളുകൾ നടത്തുന്ന ദുർവ്യാഖ്യാനങ്ങൾ മാത്രമാണ്. അള്ളാഹുവോ അള്ളാഹുവിന്റെ റസൂലോ ആ തരത്തിൽ പറയുകയോ പഠിപ്പിക്കുകയോ ചെയ്തില്ല. ആ റസൂലിൽ നിന്ന് ഖുർആൻ കേട്ട സ്വഹാബത്ത്, നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് തെറ്റിദ്ധരിച്ചതുപോലെ ഈ ആയത്ത് തെറ്റിദ്ധരിച്ചതുമില്ല. അവർ നേർക്ക് നേരെ മനസ്സിലാക്കി. ആ മനസ്സിലാക്കിയതാണ് പിൽക്കാലത്ത് വന്ന ഖുർആൻ വ്യാഖ്യാതാക്കൾ അവരുടെ തഫ്സീറുകളിൽ രേഖപ്പെടുത്തിയത് എന്ന് മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു അല്ലാത്തവരോടുള്ള ഇസ്തിഗാസ അനുവദനീയമാണ് എന്നതിനെ സഹോദരൻ മനസ്സിലാക്കിയ സൂറത്ത് മാഇദയിലെ 55-ാമത്തെ ആയത്തിൻ്റെ നിജസ്ഥിതി എന്താണ് എന്നും പൂർവികരായ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ എങ്ങനെയാണ് അതിനെ വിശദീകരിച്ചത് എന്നും ഇവിടെ വ്യക്തമാക്കപ്പെടുകയുണ്ടായി. സഹോദരന് കാര്യം മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ മറ്റു വല്ലതും കൂട്ടിച്ചേർക്കുവാനോ ചോദിക്കുവാനോ ഉണ്ട് എങ്കിൽ വീണ്ടും അദ്ദേഹത്തിൻ്റെ മൈക്കിലേക്ക് വരാവുന്നതാണ്. ജൂതന്മാരോടും നസാറാക്കളോടും വലിയാക്കാൻ പറ്റില്ലെന്നേ നിങ്ങൾ പറഞ്ഞുള്ളൂ. അപ്പോൾ മറ്റുള്ള അള്ളാഹുവിൻ്റെ സത്യവിശ്വാസികളെ വലിയകളാക്കാമല്ലോ. പിന്നെ ഒന്ന്, എനിക്ക് മനസ്സിലായോ മനസ്സിലായില്ലേ എന്നത് വേറെ, അത് ഞാൻ പറഞ്ഞോളാം അവസാനം. ഞാൻ വേറൊന്ന് ചോദിക്കട്ടെ, ഇത് ഉദ്ധരിച്ചത് ആരാണെന്ന് ചോദിച്ചു എന്നാ കേൾക്കണോ? KNMന്റെ KNM മൗലവിയാണ് മുർഷിദ് എന്ന മാസികയിലെ, നിങ്ങളുടെ മാസികയിലെ ഇത് ഉദ്ധരിച്ചതെന്ന് ഞാൻ പ്രഖ്യാപിച്ചാൽ നിങ്ങൾക്ക് ഇല്ല എന്ന് എതിർക്കാൻ കഴിയുമോ? മാസിക സഹിതം ഞാൻ തെളിയിക്കാൻ തയ്യാറാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബേജാറായാൽ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം പറയാൻ കഴിയില്ല. അതുകൊണ്ട് സമാധാനത്തെ ഇരുന്ന് സാവധാനം പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ മുഴുവനും വ്യക്തമായി പറയാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ബഹുമാന്യനായ ചോദ്യം ചോദിക്കുന്ന സുഹൃത്ത്, അദ്ദേഹം ഒരു മുസ്ലിയാരാണ്, ഇത് മുത്തല്ലിമാണെന്നാണ് തോന്നുന്നത്, സാവധാനം ചോദിച്ചാൽ മതി. ഇവിടെ വലിയ തെറ്റിദ്ധാരണകളുമായിട്ടാണ് പലപ്പോഴും പല ആളുകളും നടക്കുന്നത്. അത് തൗഹീദിൻ്റെ വിഷയത്തിലാകുമ്പോൾ വളരെ പ്രതിസന്ധി ഉണ്ടാക്കാറുണ്ട്. എന്താണ് ഇവിടുത്തെ തർക്കം? എന്താണ് ഇവിടുത്തെ വിവാദം? വിവാദം അറിഞ്ഞാലല്ലേ തെളിവ് എന്തിനാണ് ഉദ്ധരിക്കേണ്ടതെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എന്താണ് ഇവിടുത്തെ പ്രശ്നം? ആരോടാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നതാണ്.
പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമാണ് എന്ന് മുജാഹിദുകൾ ഉറപ്പിച്ചും തറപ്പിച്ചും പറയുന്നു. ഇവിടെ സമസ്ത എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രസ്ഥാനമാകട്ടെ, അതുപോലെയുള്ള ചില തരീഖത്ത് പ്രസ്ഥാനം സമസ്ത എന്ന പേരിൽ അല്ലാതെയും അറിയപ്പെടുന്നുണ്ട്, അവരാകട്ടെ വാദിച്ചു കൊണ്ടിരിക്കുന്നത് അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാം എന്നാണ്. ഇതാണ് ഇവിടുത്തെ തർക്കം. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു തആല നേർക്ക് നേരെ ഒരു കാര്യം പറഞ്ഞു, അള്ളാഹുവിന് പുറമെ ആരെങ്കിലും ആരോടെങ്കിലും തേടിയാൽ പ്രാർത്ഥിച്ചാൽ ലാ ബുർഹാന ലഹു ബിഹി, അവന് ഒരു തെളിവുമില്ല. അള്ളാഹ് പറയാണ് ലാ ബുർഹാന ലഹു ബിഹി, അവനൊരു തെളിവുമില്ല. ഇത് ഖുർആനാ പറഞ്ഞത്. അള്ളാഹുവിന് പുറമെ ആരോട് തേടിയാലും തേടുന്നവന് ഒരു തെളിവ് അഖ്ലിയായോ നഖ്ലിയായോ ബുദ്ധിപരമായോ പ്രമാണബദ്ധമായോ അവതരിപ്പിക്കാൻ സാധ്യമല്ല. ഇത് ഖുർആൻ പറഞ്ഞ അടിസ്ഥാനപരമായ ഒരു അറിവാണ്. ആ ഖുർആൻ പറഞ്ഞ അറിവിന് നേരെ എതിരായി ഖുർആനിൽ തന്നെ തെളിവുണ്ട് എന്നാണ് ഇവിടെ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്. അതിനാണ് ആദ്യം ഒരു ആയത്ത് അയ്യുക്കും യഅ്തീനി ബി അർശിഹ എന്ന് മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇഫ്രീത്തിനോട് ചോദിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു തെളിവ് കൊണ്ടുവന്നത്, അല്ലെങ്കിൽ തൻ്റെ മുന്നിലുള്ള ജിന്നുകളടങ്ങുന്ന ആളുകളോട് ചോദിച്ചു എന്ന് പറഞ്ഞ് കൊണ്ടുവന്നത്. അപ്പോൾ സുലൈമാൻ നബി ജിന്നുകളോട് പ്രാർത്ഥിക്കുന്ന, സുലൈമാൻ നബി തൻ്റെ കീഴിലുള്ള പ്രജകളോട് പ്രാർത്ഥിക്കുന്ന ആളായിരുന്നു എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം അപകടകരമായ വാദങ്ങളും വാചകങ്ങളും പറയുന്നതിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ മഹാനായൊരു പ്രവാചകനാണ്. അള്ളാഹ് കാറ്റിനെ കീഴ്പ്പെടുത്തി കൊടുത്ത, ജിന്നുകളെ കീഴ്പ്പെടുത്തി കൊടുത്ത വലിയൊരു പ്രവാചകൻ. ആ പ്രവാചകനേക്കാളും താഴെയുള്ള ജിന്നുകളോട്, ഇഫ്രീത്തിനോട്, ഇഫ്രീത്ത് എന്ന് വെച്ചാൽ നമുക്കറിയാം മല്ല, ജിന്നു വർഗത്തിലെ മല്ലന്മാരോട് പ്രാർത്ഥിക്കുന്ന ആളായിരുന്നു എന്നാണ് നമ്മുടെ ബഹുമാനനായ സുഹൃത്ത് ഖുർആൻ ഉദ്ധരിച്ച് പറയാൻ ആദ്യം ശ്രമിച്ചത്. പക്ഷെ അത് വെല്ലുവിളിയാണ്. ഫതഹദ്ദാഹും അവല, വെല്ലുവിളിയാണത്, ഇസ്തിഗാഥയല്ല, സഹായതേട്ടമല്ല എന്ന റാസിയുടെ വാചകം ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ സുഹൃത്തിന് അതിനെ ഗണ്ണിക്കാൻ കഴിയാത്തത് കൊണ്ട് ഒരായത്ത് അവിടെ മാറ്റി വെച്ചിട്ട് അദ്ദേഹം യാതൊരുവിധ മടിയുമില്ലാതെ അടുത്ത ആയത്തിലേക്ക് പോയി. അത് സമ്മതിച്ചിട്ടാണോ സമ്മതിക്കാതെയാണോ എന്ന് അദ്ദേഹം പറഞ്ഞുകൊള്ളാം എന്നാണ്, അവസാനം പറഞ്ഞുകൊള്ളാം എന്നാണ്. അവസാനത്തേക്കാക്കണ്ട, ആദ്യം തന്നെ പറഞ്ഞോളൂ. ചില ആളുകളുണ്ട് അവസാനത്തേക്കെല്ലാം കൂടെ മാറ്റി വെച്ചിട്ട് അവസാനം ഒരു മുദ്രാവാക്യം വിളിച്ച് പോകാൻ, ഒരു പ്രഖ്യാപനം നടത്തി പോകാനായിരിക്കും അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഏതായിരുന്നാലും ഇവിടെ പ്രഖ്യാപനങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയില്ല. ആളുകൾ കാര്യങ്ങൾ ഗ്രഹിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ അദ്ദേഹം ആ അയ്യുക്കും യഅ്തീനി ബി അർശിഹ എന്ന ആയത്ത് മാറ്റിവെച്ച് പകരം കൊണ്ടുവന്നത് സൂറത്ത് മാഇദയിലെ ആയത്താണ്. ആയത്ത് അദ്ദേഹം പൂർണ്ണമായി ഓതിയിട്ടില്ലെങ്കിലും അതിൻ്റെ ആശയം അദ്ദേഹം പറഞ്ഞു. പക്ഷേ ഇവിടെ ആയത്ത് ഓതി തന്നെ വിശദീകരിച്ചു. ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനുല്ലദീന യുഖീമുന സ്വലാത്ത വയുത്തൂന സകാത്ത വഹും റാക്കിഊൻ. ഈ ആയത്താണ്. ഈ ആയത്തിനെയാണ് പിന്നെ അദ്ദേഹം ദുർവ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നത്. അദ്ദേഹത്തെ കുറ്റം പറയുന്നില്ല, അദ്ദേഹത്തെ പഠിപ്പിച്ചു കൊടുക്കുന്ന ചില മുസ്ലിയാന്മാർ ദുർവ്യാഖ്യാനിച്ചത് കേട്ടിട്ട് അദ്ദേഹം പറഞ്ഞു പഠിച്ചതാണ്. അതിൻ്റെ ഉദാഹരണം വളരെ കൃത്യമായി നമുക്ക് നേരത്തെ വിശദീകരിച്ചതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞതിന് പുറമെ അതിനുള്ള മറുപടി എന്ത് എന്നതും വളരെ കൃത്യമായി ഇവിടെ വിശദീകരിക്കപ്പെട്ടു കഴിഞ്ഞു. യഥാർത്ഥത്തിൽ ഇസ്തിഗാഥ അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന വിഷയമല്ല അതിൽ പറയുന്നത്. നമ്മുടെ തർക്കത്തിലുള്ള വിഷയവും ആ ഓതി ആയത്തും തമ്മിൽ വല്ല ബന്ധമുണ്ടോ? ഒരാളോട് പറയാണ് നിങ്ങൾ വ്യഭിചരിക്കാൻ പാടില്ല, തെളിവെന്താ? കുൽഹു വല്ലാഹു അഹദ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പറഞ്ഞതെന്ത്, ഓതിയതെന്ത്? ഇത് തമ്മിൽ എന്തെങ്കിലും ബന്ധം വേണ്ടേ? ഇവിടെ അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന വിഷയം തന്നെയല്ല സൂറത്ത് മാഇദയിൽ ആയത്തിലുള്ളത്. നേരെ മറിച്ച് അത് വിശ്വാസികൾ പരസ്പരമുള്ള സഹവർത്തിത്വം. ആരോടാണ്? യഹൂദികളിൽപ്പെട്ട കുറച്ച് ആളുകൾ മുസ്ലിമായി കഴിഞ്ഞപ്പോൾ ആ മുസ്ലിമായ ആളുകളെ യഹൂദികൾ ബഹിഷ്കരിച്ചു. അതുകൊണ്ടാണ് ആ സ്വഹാബികൾ നബിയുടെ അടുക്കൽ വന്നിട്ട് പറയുന്നത് ഇന്ന ഖൗമന ഖദ് ഹജറൂന വഅഖ്സമു അല്ലാ യുജാലിസൂന. നബിയെ, ഞങ്ങളുടെ ആളുകൾ, ഞങ്ങളുടെ മഹലിൽപ്പെട്ട ആളുകൾ അവർ ഞങ്ങളെ ബഹിഷ്കരിക്കുകയാണ്, പുറത്താക്കുകയാണ്. ഖദ് ഹജറൂന, അവർ ഞങ്ങളെ ഹജർ ചെയ്യുകയാണ്. മാത്രമല്ല വഅഖ്സമു അല്ലാ യുജാലിസൂന, അവർ സത്യം ചെയ്ത് പറയുന്നു നബിയെ അവർ ഞങ്ങളുടെ കൂടെ ഇരിക്കൂല എന്ന്, ഞങ്ങളുമായി സഹകരിക്കില്ല എന്ന്. അപ്പോൾ അള്ളാഹു ആയത്തിറക്കെ നിങ്ങൾ ബേജാറാകണ്ട, നിങ്ങളുടെ മിത്രങ്ങൾ അവരല്ല. നേരെ മറിച്ച് ഇന്നമാ വലിയുക്കുമുല്ലാ വറസൂലു വല്ലദീന ആമനു അല്ലദീന യുഖീമുന സ്വലാത്ത വയുതൂന സകാത്ത വഹും റാക്കിഊൻ. വളരെ ക്ലിയറാണ് അള്ളാഹു പറയുന്ന ആശയം. നിങ്ങളുടെ വലിയ ഒന്ന് അള്ളയാണ്. നിങ്ങളെ സഹായിക്കാനും നിങ്ങളെ രക്ഷിക്കാനും നിങ്ങളുടെ എല്ലാവിധ പ്രതിസന്ധികളും ദൂരീകരിക്കാനും നിങ്ങളെ സംരക്ഷിക്കുവാനും ഒക്കെ പ്രാപ്തനായ അള്ളയാണ് നിങ്ങളുടെ വലിയ. അത് കഴിഞ്ഞാൽ പിന്നെ ആരാ? നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകൻ. ആ പ്രവാചകനാണ് നിങ്ങൾക്ക് ദീൻ പറഞ്ഞു തരുന്നത്.
അതുകൊണ്ട് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാ ചെയ്തുകൊണ്ട് ആ പ്രവാചകനെ നിങ്ങൾ സ്വീകരിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സഹോദരങ്ങൾ ആരാണ്? അത് ജൂതന്മാരാണോ നസാറാക്കളാണോ? അല്ല. യഹൂദികളോ നസാറാക്കളോ അല്ല നിങ്ങളുടെ ഖുവ. നേരെ മറിച്ച് നിങ്ങളുടെ സാഹോദര്യം നിങ്ങൾ പുലർത്തേണ്ടത് വിശ്വാസികളോടാണ്, മുഅ്മിനീങ്ങളോടാണ്. ഇതാണ് അള്ളാഹു ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് മുഅ്മിനീങ്ങളെ പറ്റി പറഞ്ഞപ്പോൾ അവരുടെ വസ്ഫ് അള്ളാഹു അതിനെ തുറന്നുകൊണ്ട് പറഞ്ഞത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മുഅ്മിനുകളാണ് നിങ്ങളുടെ സഹായികൾ എന്ന് പറഞ്ഞപ്പോൾ എന്താ അള്ളാഹ് പറഞ്ഞത്? മരിച്ചുപോയ ആളുകൾ എന്നാണോ? അല്ല. നേരെ മറിച്ച് വല്ലദീന ആമനു, വിശ്വാസികളായ ആളുകൾ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞത് അല്ലദീന യുഖീമൂന സ്വലാത്ത വയൂത്തൂന സകാത്ത. കണ്ടോ, നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന, സകാത്ത് നൽകിക്കൊണ്ടിരിക്കുന്ന, വഹും റാക്കിഊൻ, അവരാകട്ടെ റുക്കൂ ചെയ്യുന്നവരുമാണ്. ആ രൂപത്തിൽ നമസ്കാരവും അതുപോലെ തന്നെ സകാത്തും ഒക്കെ നിർവഹിക്കുന്ന ആളുകളുമാണ് നിങ്ങളുടെ വലിയ എന്ന് അള്ളാഹ് പറയുകയാണ്. അപ്പോൾ വളരെ ക്ലിയർ ആണ് സംഗതി. ഈ ആയത്തിനെടുത്ത് അള്ളയില്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ തെളിവായി ഉദ്ധരിച്ചാൽ, മന്ന സഹോദര, ആയത്തിൽ എന്ത് പറഞ്ഞു, വാദമെന്ത്, ഇത് തമ്മിൽ എന്താ ബന്ധം? ഒരു ബന്ധമില്ല എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. പിന്നെ വലിയന് അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. വലിയന് കെ എം മൗലവി എന്നല്ല, അൽമനാറിൽ വലിയന് സഹായി എന്ന അർത്ഥം പറഞ്ഞിട്ടുണ്ട് മൗലവി. അപ്പൊ സഹായി എന്ന അർത്ഥം പറഞ്ഞാൽ സഹായം തേടിക്കൂടെ മൗലവി? ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നാളെ വരാൻ പോകുന്ന അലവി സഖാഫിയെ പോലെയുള്ള ആളുകൾ പലപ്പോഴും മുഖാമുഖങ്ങളിലൂടെ ആളുകളെ കബളിപ്പിച്ചു പോയതാണ്. ഒന്ന് ഞാൻ പറയട്ടെ കൂട്ടരെ, സഹായി എന്ന് പറഞ്ഞാൽ സഹായം തേടാൻ എവിടുന്ന് കിട്ടി? സഹായി എന്ന് പറഞ്ഞാൽ സഹായം തേടാമെന്ന് എവിടുന്ന് കിട്ടി? അപ്പോൾ സാധാരണ ചോദിക്കുന്നൊരു മറുപടി ഉണ്ട്. അതേ, ഒരാൾ ഡോക്ടറാണെന്ന് പറഞ്ഞാൽ അയാളുടെ അടുക്കൽ പോയി മരുന്ന് വാങ്ങണമെന്ന് പ്രത്യേകം പറയേണ്ടതുണ്ടോ? ഡോക്ടർ എന്ന് പറഞ്ഞാൽ തന്നെ പോരേന്നാ. അങ്ങനെ വെറുതെ ഡോക്ടർ എന്ന് പറഞ്ഞാൽ പോരാ. അങ്ങനെയാണെങ്കിൽ ഡോക്ടർ സുകുമാർ അഴീക്കോട് എന്ന് പറഞ്ഞാൽ നേരെ പോയിട്ട് അല്ല എനിക്ക് പനി ജലദോഷമാണ് എന്ന് ഡോക്ടർ സുകുമാർ അഴീക്കോടിനോട് പോയി പറയാൻ പറ്റുമോ? പറ്റില്ല. ആ ഡോക്ടർ വേറെയാണ്. അത് ഡോക്ടർ ആരാണെന്ന് നോക്കണം, MBBS എടുത്തിട്ടുണ്ടോ എന്ന് നോക്കണം, അദ്ദേഹം അത് ഈ രൂപത്തിൽ മെഡിക്കൽ രംഗത്തുള്ള ആളാണെന്നോ നോക്കണം, ഏത് ഡോക്ടറാണെന്ന് നോക്കണം. അങ്ങനെ പല ഉപാധികളും അതിനുണ്ട്. ആയിക്കോട്ടെ, ഇനി ഞാൻ സൂചിപ്പിച്ചു വന്നത്, സഹായി എന്ന് പറഞ്ഞാൽ സഹായം തേടാമെന്ന് എവിടുന്ന് കിട്ടി? സൂര്യൻ സഹായിയാണ്, എല്ലാവർക്കും അറിയാലോ. സൂര്യൻ സഹായിയാണെന്ന് പറഞ്ഞാൽ നീ നാളെ മുതൽ എല്ലാവരും സൂര്യനോട് സഹായം തേടിക്കോളൂ എന്നാണോ? മരം സഹായിയാണ്. നമ്മുടെ ജംഗ്ഷനിൽ ഒരു മരം നിൽപ്പുണ്ട്, വലിയ ഉപകാരിയാട്ടോ, അത് വലിയ സഹായിയാത് എന്ന് പറഞ്ഞാൽ ഈ നാളെ എല്ലാവരും പോയിട്ട് മരത്തോട് സഹായം തേടിക്കോ എന്ന് ആരാ കൂട്ടരെ പറയുക? അപ്പൊ സഹായി എന്ന് പറഞ്ഞാൽ സഹായം തേടാമെന്ന് എവിടുന്ന് കിട്ടി? അതാണ് ഒന്ന്. സഹായി, വലിയന്റെ അർത്ഥം സഹായി എന്നാണെങ്കിൽ സഹായം തേടാം എന്നെവിടുന്ന് കിട്ടി? ഇല്ല. ഇനി മാത്രമല്ല, ഇവിടെ അള്ളാഹുവിനെ സംബന്ധിച്ച് വലിയ എന്ന് പറഞ്ഞതിന് പോലെയാണോ നബിയെ പറ്റി വലിയ എന്ന് പറഞ്ഞത്? അല്ല. ആ നബിയെ പറ്റി വലിയ എന്ന് പറഞ്ഞ പ്രകാരമാണോ വിശ്വാസികളെ പറ്റി വലിയ എന്ന് പറഞ്ഞത്? അല്ല. മൂന്നർത്ഥാണ്. അതിന് നിങ്ങൾക്ക് വളരെ കൃത്യമായി കാണാൻ കഴിയും. ഇസ്മായിലുൽ ഹിഖി അൽ ബറൂസവി, നമുക്കെല്ലാവർക്കും അറിയുന്ന പണ്ഡിതനാണല്ലോ. അദ്ദേഹം വളരെ കൃത്യമായി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തി വെച്ചത് കാണാൻ കഴിയും. അതെ, വളരെ കൃത്യമായി ഫി തഅ്വീലാത്തിൻ നജ്മിയ്യ അദ്ദേഹം പറയുന്നത്, ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ നക്ഷത്രതുല്യമായ വ്യാഖ്യാനം, സുന്ദരമായ വ്യാഖ്യാനം, അള്ളാഹുമായുള്ള മുവാലാത്ത്, ഫമുവാലാത്തുല്ലാഹ്, അള്ളാഹു വലിയാണ് എന്ന് പറയുന്നത് ഫി മുആദാത്തി ഫീ മാ സിവല്ലാഹ്, അള്ളാഹുവിന് പുറമെ ആരാധിക്കുന്ന സർവ്വ ആരാധ്യ വസ്തുക്കളെയും വർജിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഇലാഹായി പൂർണ്ണമായി ഏറ്റെടുക്കുക എന്നതാണ്. അള്ളാഹുവിനെ മാത്രം ഇലാഹായി അംഗീകരിക്കുകയും അള്ളാഹുവിന് പുറമെയുള്ള സർവ്വ ഇലാഹുകളെയും വർജിച്ചുകൊണ്ട് അവയോടുള്ള ആ അങ്ങേറ്റത്തെ മുആദാത്ത്, അതിനോടുള്ള വെറുപ്പ് പ്രകടിപ്പിക്കുക എന്നതാണ് അള്ളാഹുവിനെ വലിയാക്കുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് ഇസ്മായിലുൽ ഹിഖി അൽ ബറൂസവി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുകയാണ്. എന്നിട്ട് അദ്ദേഹം തെളിവുദ്ധരിച്ചത് കമാ ഖാലൽ ഖലീലു അലൈഹിസ്സലാം ഫഇന്നഹും അദുവ്വുല്ലി ഇല്ലാ റബ്ബൽ ആലമീൻ, ഇബ്രാഹിം നബി പറഞ്ഞതുപോലെ ഇന്നഹും അദുവ്വുല്ലി, അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന സർവ്വ ആരാധ്യ വസ്തുക്കളോടും ഞാനിതാ ശത്രുത പ്രഖ്യാപിക്കുന്നു. ഇല്ലാ റബ്ബൽ ആലമീൻ, അല്ലാഹുവല്ലാത്ത എല്ലാ ഇലാഹുകളെയും ഞാനിതാ വളരെ നിഷ്കരുണം വലിച്ചെറിയുന്നു എന്ന് ഇബ്രാഹിം നബി പറഞ്ഞതുപോലെ. അതാണ് ഇന്നമാ വലിയക്കുമുള്ള എന്ന് പറഞ്ഞാൽ അതിന്റെ മാന. പിന്നെ വറസൂലുഹു എന്ന് പറഞ്ഞാലോ, വറസൂലുഹു എന്ന് പറഞ്ഞാൽ ഫമുവാലാത്തുർ റസൂൽ ഫീ മുആദാത്തിൻ നഫ്സ്, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യൻ തൻ്റെ ഇച്ഛകളെ നിയന്ത്രിച്ച് നിർത്തിയിട്ട്, തൻ്റെ താല്പര്യങ്ങളെ നിയന്ത്രിച്ച് നിർത്തിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഷ്ടത്തിനൊത്ത് പ്രവർത്തിക്കുക,
അതാണ് ഇന്നമാ വലിയക്കുമുല്ലാഹു എന്ന് പറഞ്ഞിട്ട് പിന്നെ വറസൂലുഹു എന്ന് പറഞ്ഞാൽ അതിന്റെ മഅന. അതിനുള്ള തെളിവെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകമാണ്, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യകൂന ഹവാഹു തബഅൻ ലിമാ ജിഅ്തു ബിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ കൊണ്ടുവന്നതിനനുസരിച്ചുകൊണ്ട് നിങ്ങൾ പ്രവർത്തിച്ചാലല്ലാതെ, നിന്റെ ഇഷ്ടങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് എൻ്റെ ഇഷ്ടത്തിന് പ്രവർത്തിച്ചാലല്ലാതെ നിങ്ങൾക്ക് വിശ്വാസികളാകാൻ സാധ്യമല്ല എന്ന് നബി പറഞ്ഞ വാചകമാണ് അതിനുള്ള തെളിവ്. അപ്പൊ ഇന്നമാ വലിയക്കുമുള്ള എന്ന് പറഞ്ഞാൽ അല്ല വലിയാണെന്ന് പറഞ്ഞാൽ അവൻ മാത്രമാണ് ഇലാഹ്, അവന് പുറമെ ഒരു ഇലാഹുമില്ല. ഇലാഹായി ആരെങ്കിലും വാദിക്കുന്നുവെങ്കിൽ അവയോട് ഞാനിതാ ശത്രു പ്രഖ്യാപിക്കുകയാണ്. ഇതാണ് അല്ല വലിയാണെന്ന് പറഞ്ഞാൽ. അള്ളാന്റെ റസൂൽ വലിയാണെന്ന് പറഞ്ഞാലോ എൻ്റെ ഇഷ്ടമല്ല, നേരെ മറിച്ച് എൻ്റെ താല്പര്യത്തിനപ്പുറത്ത് നബിയുടെ താല്പര്യത്തിനനുസരിച്ച് കൊണ്ടേ ഞാൻ പ്രവർത്തിക്കുള്ളൂ. ആ നിലയ്ക്ക് ഞാൻ റസൂലിനെ വലിയായി സ്വീകരിക്കുന്നുവെന്നാണ്. ഇനിയോ വിശ്വാസികളായ ആളുകൾ വലിയ എന്ന് പറഞ്ഞല്ലോ, വല്ലദീന ആമനു. ആ വല്ലദീന ആമനു വ മുവാലാത്തുൽ മുഅ്മിനീൻ ഫി മുആഖാതിഹിം ഫിദ്ദീൻ, അതെ, അവരെ മതത്തിൽ സഹോദരങ്ങളായി സ്വീകരിച്ചുകൊണ്ട് ആ നിലക്ക് അവരെ സ്വീകരിക്കുക എന്നതാണ് മുഅ്മിനുകൾ വലിയാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം. കഖൗലിഹി തആല ഇന്നമൽ മുഅ്മിനൂന ഇഖ്വാ. ഏതുപോലെ അല്ലാഹ് പറഞ്ഞല്ലോ ഖുർആനിൽ മുഅ്മിനുകൾ സഹോദരങ്ങളാണ്. അപ്പോൾ വിശ്വാസികളെ മതത്തിൽ സഹോദരങ്ങളായി സ്വീകരിക്കുക എന്നതാണ് വിശ്വാസികൾ വലിയാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം. അപ്പോൾ ഇന്നമാ വലിയക്കുമുള്ള എന്ന് പറഞ്ഞാൽ അല്ല വലിയാണെന്നതിന് ഒരർത്ഥം, വറസൂലുഹു റസൂല് വലിയാണെന്നതിന് വേറെ അർത്ഥം, അതുപോലെ വല്ലദീന ആമനു വിശ്വാസികൾ വലിയാണെന്നതിന് വേറെ അർത്ഥം. ഇത് മൂന്നർത്ഥത്തിൽ തന്നെയാണ് എന്ന് ഇവിടെ സമസ്തക്കാർ അംഗീകരിക്കേണ്ട, അവർ സ്വീകരിക്കുന്ന പണ്ഡിതനായ ഇസ്മായിലുൽ ഹഖി അൽ ബറൂസവി വളരെ വ്യക്തമായി രേഖപ്പെടുത്തി എന്ന് മാത്രമല്ല, ലോകത്ത് ഈ ഇസ്ലാമിക ലോകത്ത് തഫ്സീറുകൾ വിരചിതമാകുന്ന കാലം മുതൽ ഇന്ന് വരെ ലോകത്ത് അഹ്ലുസുന്ന അംഗീകരിച്ച ഒരൊറ്റ പണ്ഡിതനും ഒരൊറ്റ ഇമാമും ഇത് അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ ഖുർആനിലുള്ള തെളിവാണ് എന്ന് ഉദ്ധരിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല എന്നത് വളരെ കൃത്യമായി എല്ലാവരും മനസ്സിലാക്കണം. ചോദ്യകർത്താവ് മാത്രമല്ല മുഴുവൻ ആളുകളും മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ ഇത് മൂന്നർത്ഥത്തിലാണ്. വലിയന് സഹായി എന്നർത്ഥമുണ്ടോ, ഇനി അതല്ല വേറെ ഏതെങ്കിലും അർത്ഥമുണ്ടോ, രക്ഷാധികാരി എന്നർത്ഥമുണ്ടോ, പല അർത്ഥങ്ങളും വലിയനുണ്ടാകാം. ഇവിടെ ഓരോരുത്തരേക്ക് അത് നിസ്ബ ചെയ്യുമ്പോൾ, ചേർത്ത് പറയുമ്പോൾ ഏതർത്ഥമാണ് പറയേണ്ടത്, അത് ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ പറഞ്ഞതാണ് സുഹൃത്തിനോട് സൂചിപ്പിച്ചു തന്നത്. ഇനി ആ ഇസ്മായിൽ ഹക്കിക്ക് വല്ല മറുപടിയും പറയാനുണ്ടെങ്കിൽ, നേരത്തെ ഉദ്ധരിച്ച റാസിക്ക് വല്ല മറുപടിയും പറയാനുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പറയാവുന്നതാണ്.